എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം, സംഭവം, യൂത്ത് എന്നിങ്ങനെ OTTയിൽ റിലീസായതും റിലീസാവാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. ഫസ്റ്റത്തെ ഒരു മലയാളം മൂവിയാണ് സംഭവം അധ്യായം 1. അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്തു സതീശൻ മംഗലത്ത് സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ടൈം ലൂപ്പ് ത്രില്ലറാണ് സംഭവം അധ്യായം 1. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ് ടോസ്റ്റർ. രാജ്കുമാർ റാവുവും സാനിയ മൽഹോത്രയുമാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നത്. ഒരു ഡാർക്ക് കോമഡി ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ വിനയ് ജോസ് സംവിധാനം ചെയ്തൊരു ക്രൈം കോമഡി ചിത്രമാണ് ആപ് കൈസേ ഹോ. ഇതിൽ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, രമേഷ് പിഷാരടി, സൈജു കുറുപ്പ് എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൈനാപ്ലേയും മനോരമാക്സുമാണ്. സൈനാപ്ലേയിലൂടെയും മനോരമാക്സിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് സൂപ്പർ ജിംനി. അനു പുരുഷോത്തം സംവിധാനം ചെയ്ത് 2025 ജനുവരി 24 റിലീസ് ചെയ്ത ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ് സൂപ്പർ ജിംനി. ഇതിൽ മീനാക്ഷി, അനൂപ്, സുധീർ കരമന, ഇന്ദ്രൻസ്, ജോയ് മാത്യു തുടങ്ങിയവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. മനോരമാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വരുന്ന വിഷുവിനോടനുബന്ധിച്ച് സ്ട്രീമിംഗ് ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ഭൂത് ബംഗ്ല. പ്രിയദർശന്റെ സംവിധാനത്തിൽ ഗരം മസാല, ഭൂൽ ഭുലയ്യ എന്നീ ചിത്രങ്ങളുടെ ഹിറ്റുകൾക്ക് ശേഷം 15 വർഷങ്ങൾക്ക് ശേഷം അക്ഷയ് കുമാറും പ്രിയദർശനും ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട്. ഇതിൽ അക്ഷയ് കുമാറിനെ കൂടാതെ പരേഷ് റാവൽ, രാജ്പാൽ യാദവ്, തബു എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. ഒരു ഹൊറർ കോമഡി മൂവിയായ ഭൂത് ബംഗ്ല 2016 ഏപ്രിൽ 17 തിയേറ്ററിലെത്തും. ഇപ്പോഴത്തെ മൂവിയുടെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരിക്കുകയാണ്. സാധാരണ സിനിമയുടെ റിലീസിന് ശേഷം 45 to 60 ഡേയ്സിന് ശേഷമായിരിക്കും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു ഹിന്ദി മൂവിയാണ് തു യാ മൈൻ. ആദർശ് ഗൗരവ്, ഷനായ കപൂർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ബിജോയ് നമ്പ്യാർ സംവിധാനം ചെയ്തൊരു സർവൈവൽ ത്രില്ലർ മൂവിയാണ് തു യാ മൈൻ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമ്മൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ, അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫ്ലർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മലയാളം മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ C5ലൂടെ ഏപ്രിൽ 17 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ത്രാഷ്. ഒരു സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ത്രാഷ്. വെള്ളപ്പൊക്കവും സ്രാവുകളുടെ ആക്രമണവും ചേർന്നുള്ള ആകാംക്ഷഭരിതമായ നിമിഷങ്ങളാണ് ഈ സിനിമയുടെ ആകർഷണം. നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം മൂവിയാണ് പ്രതിച്ഛായ. നിവിൻ പോളിയെ നായകനാക്കി B ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ മൂവിയാണ് പ്രതിച്ഛായ. ഇതിൽ നിവിൻ പോളിയെ കൂടാതെ ബാലേന്ദ്ര മേനോൻ, ഷർഫുദ്ദീൻ, നീതു കൃഷ്ണ എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് അല്ലെങ്കിൽ മനോരമാക്സ് സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഹാപ്പി ഹലോവീൻ. ഒരു ന്യൂ ടീൻ സ്ലാഷർ ഹൊറർ ഫിലിമാണ് ഹാപ്പി ഹലോവീൻ. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് അപെക്സ്. 2026 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായ ഈ സിനിമയിൽ ചാൾസ് തെറോൺ, ടാരോൺ എക്കർട്ടൺ എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്നു. ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലർ ചിത്രമായ അപെക്സ് നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 24 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ സീരീസ് ആണ് സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. സ്ട്രേഞ്ചർ തിങ്സ് എന്ന ഹിറ്റ് സീരീസിന്റെ നിർമ്മാതാക്കളായ ഡഫർ ബ്രദേഴ്സ് ആണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ഭാനുപ്രിയ ഭൂതർ ഹോട്ടൽ.
മിമി ചക്രവർത്തി, ബോണി സെൻഗുപ്ത, സ്വസ്തിക ദത്ത എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അജിത്ര മുഖർജി സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി മൂവിയാണ് ഭാനുപ്രിയ ഭൂതർ ഹോട്ടൽ. C5 OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു മലയാളം മൂവിയാണ് ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്.